ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചക്കുത്ത് പോകുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുട്ട റോസ്റ്റിനുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതിൻ്റെ ഇടയിൽ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ അതായത് നമ്മുടെ സവാള അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുട്ട റോസ്റ്റിന് എപ്പോഴും മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയി വന്നിട്ടുണ്ട്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. 1.5 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ നമ്മൾ തക്കാളി നടുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളിയും വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പൊടികളുണ്ടെങ്കിൽ ആ പൊടികൾ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നമ്മൾ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം, ഒരു 1/4 കപ്പോളം വരുന്ന വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം ചേർക്കുന്നത് നമ്മൾ ചേർത്ത പൊടികൾ ഈ ഉള്ളിയുടെയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താനും നല്ലൊരു ടേസ്റ്റിനും ഈ വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരല്പം മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര തികച്ചും ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിലേക്ക് ഞാനൊരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മുട്ടയിലേക്ക് അരവൊക്കെ പിടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ട റോസ്റ്റ് ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.